തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3-ാം ദിവസവും ഇരുട്ടിത്തൽപ്പി പോലീസ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഓടയുടെ സമീപത്തുള്ള റെസിഡൻസ് കോളനിയുടെ CCTVയിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഫോറൻസിക് പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിട്ടില്ല. കുട്ടിയെ കാണാതാവുന്ന അന്നേ ദിവസം കുട്ടി തനിയെ നടന്നു വന്നതാണോ അതോ മറ്റാരെങ്കിലും ഓടയിൽ കുട്ടിയെ ഉപേക്ഷിച്ചു പോയതാണോ എന്നതിൽ ഇന്നും വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് കടക്കാൻ പോലീസിനായിട്ടില്ല. കുട്ടിയെ കണ്ടുകിട്ടിയ ബ്രഹ്മോസിന് പുറകുവശമുള്ള ഓടയിൽ നിന്നും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചുവെങ്കിലും ഫലപ്രദമല്ല എന്നാണ് ഇന്നലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 3 ദിവസം പിന്നിടുമ്പോഴും പോലീസിന് കൂടുതലൊന്നും കണ്ടെത്താനായില്ല എന്നത് അപാകത തന്നെയാണ്. ആദ്യഘട്ടത്തിൽ 2 CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തിയെങ്കിലും പിന്നീട് ആ ദൃശ്യങ്ങൾ കുട്ടിയുമായി പോകുന്നതല്ല എന്നായിരുന്നു കണ്ടെത്തൽ. നിലവിൽ സമീപത്തുള്ള അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ CCTVയിലെ ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. ഓടയ്ക്ക് സമീപത്ത് കുട്ടിയെ കൊണ്ടുവച്ചു പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. മുതിർന്ന കുട്ടി നൽകിയ മൊഴിയിൽ പറയുന്ന മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിനെ കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.